ഹലോ, ദിസ് ഈസ് മീ സജീർ അഗൈൻ. ഞാൻ ഇത്രയും കാലം നിങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നതൊക്കെ എൻ്റെ PhD എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ വി ആർ ടേക്കിംഗ് എ ഡൈവേർഷൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് തായ്വാനിലെ നാഷണൽ സുനിയാസൻ യൂണിവേഴ്സിറ്റി, തായ്വാനിലെ ടോപ്പ് 10 യൂണിവേഴ്സിറ്റി ഒന്നാണ്. അവിടെ PhD ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ടാണ് നമ്മൾ ഇന്ന് സംസാരം. അദ്ദേഹം അവിടെ ഫിസിക്സിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തായ്വാനിലെ PhD സാധ്യതകളെക്കുറിച്ച്, സ്റ്റൈപ്പൻഡ്, അവിടുത്തെ ജീവിതം, അവിടുത്തെ ഇന്ത്യയും അവിടെ തമ്മിലുള്ള ഡിഫറൻസ്, അവിടുത്തെ ലാംഗ്വേജ് ആയിട്ട് എങ്ങനെ അവന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്, അത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അവൻ്റെ എക്സ്പീരിയൻസ്, അവൻ്റെ കരിയർ പാത്ത് ഒക്കെയാണ് എക്സ്പ്ലനേഷൻ ആയി കൊടുത്തിട്ടുള്ളത്. അതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തായ്വാൻ ഒരു ഓപ്ഷനായി പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഫോർ യു. കാരണം തായ്വാൻ ഇന്ന് സെമി കണ്ടക്ടർ ഡൊമൈനിലെ വൺ ഓഫ് ദി ടോപ്പ് കമ്പനീസ്, TSMC ഒക്കെ തായ്വാൻ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ IIScക്ക് തായ്വാനായിട്ട് ജോയിൻറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ തായ്വാൻ ഈസ് എ ഗുഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ അവിടെ PhD ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ PhD ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, സീ ദിസ് വീഡിയോ. ഇറ്റ്സ് എ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളൊരു കാഷ്വൽ കോൺവെർസേഷൻ ആണ്. ദെൻ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് മൈ ഫേസ് വാസ് ഹാഫ് കട്ട്. അപ്പം എന്തായാലും വീഡിയോ കാണുക. അപ്പോൾ നിങ്ങളതിൽ ഇറ്റ്സ് എ കൂൾ ചായ് കോൺവെർസേഷൻ. ഈ കോഫി വിത്ത് കരൺ എന്നൊക്കെ പറയുന്ന പോലെ, ചായ് വിത്ത് സജീർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കോൺവെർസേഷൻ ആണ്. അപ്പം കാണുക. ആൻഡ് ഐ എം ഷുവർ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഫോർ യു. അപ്പം ഇനി തായ്വാനിൽ PhD ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ്. വിൽ ബി ഹാപ്പി ടു കണക്ട് വിത്ത് ഹിം. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. Straight away jump into the vlog, and yeah, thanks as always. Bye. Welcome everyone. Thank you Lesin for accepting my invite. അപ്പോൾ ലെസിന് ഇപ്പോൾ നാഷണൽ സുനിയാസൻ യൂണിവേഴ്സിറ്റിയിലെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ഏകദേശം ഐ തിങ്ക് മിഡിൽ ഓഫ് ദ PhD ആണ്. ഞങ്ങൾ ഫറൂഖ് കോളേജിൽ ഒരുമിച്ചായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ലെസിൻ. അപ്പൊ ഇന്ന് ഞാൻ ലെസിനെ വിളിച്ചു വരുത്തിയത് അദ്ദേഹത്തിന് തായ്വാനിലെ PhD എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ്. ഞങ്ങള് ഫറൂഖ് കോളേജ് അണ്ടർ ഗ്രാജുവേഷൻ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളൊരു കേരളത്തിലെ ഒരു കോളേജിൽ അണ്ടർ ഗ്രാജുവേറ്റ് ചെയ്യുന്ന രീതിയിലുണ്ടായിരുന്ന ഇഷ്യൂ, നമുക്ക് ഇത്തരം ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പം മറ്റുള്ള കൺട്രികളിൽ എങ്ങനെ PhD ചെയ്യണം അതിനെ കുറിച്ചൊക്കെ ലിമിറ്റഡ് നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് UK PhD ആണ്, ലെസിന് തായ്വാനിലാണ്. അപ്പൊ ഞങ്ങളെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുത്ത് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ മേ ബി എന്റെ ഉദ്ദേശം ഞാൻ ഈ ഇന്റർവ്യൂ, അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയില്ല, മേ ബി ചായ് വിത്ത് സജീർ, നമ്മളെ കോഫി വിത്ത് കരൺ എന്നൊക്കെ പറയില്ലേ, അതുപോലെ, അല്ലെങ്കിൽ ചായ് വിത്ത് ലെസിൻ ആൻഡ് സജീർ എന്ന രീതിയിലെ സാധനം. അപ്പൊ നമുക്ക് തുടങ്ങാം ലെസിൻ. മേ ബി നിനക്ക് നിന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് തുടങ്ങാം. ഞാൻ എന്തായാലും വളരെ കുറച്ച് ഇതിൽ സംസാരിക്കുന്നുണ്ടാവുള്ളൂ. എനിക്ക് കൂടുതൽ അറിയേണ്ടത് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവങ്ങളും മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന എൻ്റെ ഗൈഡൻസും ആണ്. സോ യാ, മേ ബി യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഇൻട്രൊഡ്യൂസിങ് യുവർസെൽഫ്. യാ. അപ്പം താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഞാൻ ലെസിൻ അബ്ദുറഹ്മാൻ ടി, സജീറിൻ്റെ കൂടെ ഡിഗ്രി ഒന്നിച്ച് നമ്മൾ ഫറൂഖ് കോളേജിൽ പഠിച്ചതാണ്. അവിടുന്ന് അതിനുശേഷം നമ്മൾ പിരിയുകയാണ് ഉണ്ടായത്. ഞാൻ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ജാമ്യ മില്ലയിലും ഈവൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലും പോവാണ്. അതിനുശേഷം ഒരു ഇൻട്രസ്റ്റിംഗ് ജേർണി ആയിരുന്നു നമ്മൾ രണ്ടുപേർക്കും. പക്ഷെ ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡ്രീം ചെയ്തത് പുറത്തു പോവാ എന്നുള്ളത് തന്നെയായിരുന്നു. ലൈക്ക് അതില് ലൈക്ക് ഫറൂഖ് കോളേജിൽ നമ്മളെ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. ലൈക്ക് അതിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും, നമ്മൾ വേറൊരു ഫ്രണ്ട് കൂടി, അമ്മനും കൂടിയിട്ട് 3 പേരും കൂടി പോയി ഒന്നിച്ച് ഒരു IIT പോക്കൊക്കെ പോയിണ്ടായിരുന്നു. അങ്ങനെ പല എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു തോട്ടും ലൈക്ക് പുറത്ത് പോകണം, അപ്പം അങ്ങനത്തെ ആശയങ്ങളിലൊക്കെ എത്തിച്ചേരുന്നതും. പിന്നീട് നമ്മൾ രണ്ടുപേരും ഒരു ജാം ക്ലാസ്സിൽ പോകും, അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളും അവിടുത്തെ യദുമോദൻ സാറിന്റെ ക്ലാസ്സും. അപ്പം ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നില്ല ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളത്. നമ്മൾ ഗ്രാജുവലി ആയിട്ട് എത്തിപ്പെട്ടതാണ്. കാരണം നമ്മൾ ബിഗിനിങ്ങിൽ ഇത് എന്ന് പറഞ്ഞ സ്വപ്നങ്ങളുടെ അപ്പുറത്തായിരുന്നു. ഇപ്പം മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ആണെങ്കിലോ, അതല്ലെങ്കിൽ തായ്വാനിലെ നാഷണൽ സുനിയാസൻ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലോ നമ്മൾ PhD ചെയ്യാന്നുള്ളത്. അപ്പം ഈ ഒരു സാധനം ആ സമയത്ത് നമ്മൾ ഇപ്പൊ
എത്തിയപ്പോൾ അത് വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്തു. അപ്പം നമ്മൾക്ക് ഇതുപോലെ ആ സമയങ്ങളിൽ ഒരാളും പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പം വിചാരിക്കുമ്പോൾ ഒരു കുറ്റബോധം തോന്നുന്ന ഒരു സാധനമാണ്. ലൈക്ക് നമ്മൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നത്. അപ്പം സജീറിന്റെ ഈ ഒരു ആശയം കൊണ്ടുള്ള മുമ്പോട്ടേക്ക് വരുത്തില് ആദ്യം തന്നെ നന്ദി പറയട്ടെ. ലൈക്ക് ഇനിയുള്ള കുറെ ആളുകൾക്ക് ഇതൊരു പ്രചോദനവും പിന്നെ ഒരു അറിവിന്റെ ലൈക്ക് ഒരു വേ ഓഫ് ഇൻഫർമേഷനും ആയിക്കോട്ടെ എന്നുള്ള നിലക്ക് ഇത് വളരെ ഉപകാരപ്പെടും എന്ന് നിലക്കുമ്പോൾ തുടങ്ങാം. എനിവേ താങ്ക് യു സജീർ. അപ്പൊ ലെസിന് ഡിഗ്രി BSc ഫിസിക്സ് ഫറൂഖ് കോളേജില്, ദെൻ MSc ജാമിയ മില്ലിയ ഇസ്ലാമിയ ഡൽഹിയില്, അതിനുശേഷം ഇപ്പൊ ഡയറക്ട്ലി PhD തായ്വാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്കറിയേണ്ടത് ഒരു കരിയർ ട്രാൻസിഷൻ ഫറൂഖ് കോളേജിൽ നിന്ന് ജാമിയ മില്ലിയക്കുള്ള കരിയർ ട്രാൻസിഷൻ ആണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അഡ്മിഷൻ അവിടെ മാസ്റ്റേഴ്സിന്? എനിക്കറിയാവുന്ന വെച്ച് ജാമിയ തിയറട്ടിക്കൽ ഫിസിക്സിലെ വൺ ഓഫ് ദി മോസ്റ്റ് ടോപ്പ് യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യയിൽ. അപ്പം അവിടത്തേക്കുള്ള കരിയർ ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? അഡ്മിഷൻ എങ്ങനെയായിരുന്നു? ക്ലാസ് നമ്പേഴ്സ് എങ്ങനെയാണ്? അതിന്റെ ഒരു ജനറൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു? 2 ട്രാൻസിഷൻ ആയിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഒന്ന് ഡിഗ്രിക്ക് ശേഷം പിന്നെ ഇത് ജാമ്യയിലേക്ക് പോയതും പിന്നീട് ജാമ്യക്ക് ശേഷം ഇങ്ങോട്ട് വരുന്നതും. അതില് ഏറ്റവും വലിയൊരു ട്രാൻസിഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഡിഗ്രിക്ക് ശേഷം ജാമ്യയിൽ പോയതാണ്. ലൈക്ക് പിന്നീടുള്ളത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ലൈക്ക് എനിവേ നമ്മള് വീട്ടിന്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറിക്കിട്ടി. അതിന് ശേഷം ജസ്റ്റ് വരുന്നത് മാത്രമേ ലൈക്ക് വേറൊരു രാജ്യാവിൽ നിന്നുള്ള ഒരു മാറ്റം മാത്രമേ അതിനുശേഷം വരുന്നുള്ളൂ. അതേസമയത്ത് ഫറൂഖ് കോളേജിലെ നമ്മൾ എപ്പം വേണമെങ്കിലും വീട്ടിൽ പോകാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷന്, ഇഷ്ടമുള്ള ഫുഡിൽ എന്നപ്പോലുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ലൈക്ക് പിടിച്ചു നിർത്തുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ ഒരു ട്രാൻസിഷന് കുറച്ചുകൂടി നമ്മൾ സെൽഫ് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ജാമ്യയിൽ എന്ന് പറയുമ്പോൾ ഇതിനപ്പുറം അവിടെ കിട്ടേണ്ടത് എങ്ങനെയാണ്, ലൈക്ക് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജാമ്യ ആയാലും ജാം എക്സാം ആയാലും അതല്ലെങ്കിൽ ബാക്കിയെല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും ഈ കുറെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ലൈക്ക് മോസ്റ്റ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ന്യൂയോർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ CU സെറ്റ് വെച്ചിട്ടാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പം അതിനൊരു പ്രത്യേക ഡേറ്റിന് വിളിക്കും. ലൈക്ക് അത് നമ്മൾ ഡിഗ്രി കഴിയുന്നതിന് മുന്നേ ആയിട്ടായിരിക്കും വിളിക്കുക അധികവും. പിന്നെ ജാമ്യന് ഒരു പ്രത്യേക ടൈം ഉണ്ടാവും. പിന്നെ ബാക്കി ഇതുപോലുള്ള യൂണിവേഴ്സിറ്റി ലൈക്ക് ജാമിയ മില്ലിയ ഇസ്ലാമിയ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അലിഗർ, DU, JNU പോലുള്ള ഹൈദരാബാദ് CU ഇതുപോലുള്ള യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വിളിക്കുക എപ്പോഴും. അപ്പം നമ്മൾ ഈ ഡേറ്റിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവണം, ഏത് സമയത്തായിരിക്കും വിളിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ മിസ്സായി പോകും. അപ്പം ഒന്നാമത് അതിൽ എഴുതുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ പ്രിപ്പയർ ആവണം എന്നുള്ളതാണ്. ഈ അഡ്മിഷൻ ടെസ്റ്റിൽ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പേരും ജസ്റ്റ് എഴുതി വെക്കാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പോയി എഴുതാ ചെയ്യാം. അപ്പം നിങ്ങള് ലൈക്ക് കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് അതിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ പ്രിപ്പയർ ചെയ്ത് എഴുതുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമ്മളുടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതിലൊരു ചെറിയൊരു പെർസെൻറ്റേജിൽ മാത്രമായിരിക്കും. അങ്ങനെ ഒരു സാധനം ഉണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട്. അപ്പം അത് നിങ്ങൾക്കും അറിയാവുന്നതാണ്. അപ്പൊ നമ്മള് രണ്ടുപേരും ജാമ്യനായിട്ടൊരു പ്രത്യേക കോച്ചിങ്ങിൽ പോയിണ്ടായിരുന്നു ഒന്നിച്ച്. നമ്മള് ക്ലാസ്സിൽ അത്ര സീരിയസ് ആയിരുന്നില്ലെങ്കിലും ജാമ്യന്റെ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും വളരെ സീരിയസ് ആയി എടുക്കേണ്ടായിരുന്നു. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അത് സോൾവ് ചെയ്യാറുണ്ടായിരുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം മെയിൻ സാധനം വേറൊരു രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഒരു എൻട്രൻസ് എക്സാം ആകുമ്പം അത് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏത് തരത്തിലാണ് ചോദിക്കുന്നത് എന്നുള്ളത് അറിയാണ്. അപ്പം ഇപ്പം ഓരോരോ എക്സാം ആണെങ്കിലും അതിനൊരു രീതിയുണ്ട്. ലൈക്ക് ഇപ്പം ജാമ്യന്റെ ആണെങ്കിൽ പ്രത്യേകിച്ച് അധികം ചോദിക്കും ക്വാണ്ടം മെക്കാനിക്സും ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേസമയത്ത് കുസാറ്റ് ആണെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറഞ്ഞ സമയം കൊണ്ട് എഴുതണം. അപ്പം പെട്ടെന്ന് എഴുതി തീർക്കാം. അപ്പം അങ്ങനെ ഓരോരോ യൂണിവേഴ്സിറ്റിക്കും ഓരോരോ രീതി ഉണ്ടാവും. അപ്പൊ ആ രീതി എന്താണെന്നുള്ളത് ആദ്യം നോക്കി വെക്കണം. ലൈക്ക് ജസ്റ്റ് പോയിട്ട് എഴുതുന്നതിന് പകരം അവര് ഏത് തരത്തിലാണ് ചോദിക്കാനുള്ളത് നമുക്ക് മുമ്പേ അറിയണം. പിന്നെ കാൽക്കുലേറ്റർ അലൗഡ് ആണോ അതല്ലെങ്കിൽ അലൗഡ് അല്ലേ എന്നുള്ള സാധനം. പിന്നെ ടൈമിങ് എങ്ങനെയാ ഉണ്ടാവുക. പിന്നെ ചിലതിൽ സെക്ഷൻസ് ഉണ്ടാവും, ചിലപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ഈ സാധനം പഠിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്.
അപ്പം ക്വാളിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എസ്പെഷ്യലി സജീറിന് തീരെ ബുദ്ധിമുട്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റി ക്രാക്ക് ചെയ്ത ഒരു ലെജൻഡ് ആണ് സജീർ. അപ്പം ബാക്കി നിനക്കും അറിയാം. നിന്നെ ഞാൻ ഇന്നെ തള്ളാൻ വേണ്ടി നിന്നെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണോ എന്നൊക്കെ ഒരു സംശയം. എനിക്കടാ ഈ സമയത്ത് നമ്മള് അണ്ടർ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് എൻട്രൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം കുസെറ്റ് വഴി ഒരു കോമൺ PG എൻട്രൻസ് ആക്കി മാറ്റിയിട്ടാണ് തോന്നുന്നത് കഴിഞ്ഞ വർഷം മുതൽ. അങ്ങനെ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ആ രീതിയിലേക്ക് ജാമിയ ജെഎൻയു അതിൽ പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് ചില യൂണിവേഴ്സിറ്റിയിൽ പെടുന്നില്ല. ഓ അത് ശരി, അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്തായാലും കേൾക്കുന്ന ആൾക്കാരെന്തായാലും അതൊന്ന് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ രണ്ടാളുടെ കരിയറിൽ ഫറൂഖ് കോളേജ് വാസ് എ മേജർ മൈൽ സ്റ്റോൺ. ഫറൂഖ് കോളേജില് ഫസ്റ്റ് ഇയറിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ മൊത്തമായിട്ട് ഈ PSC കോച്ചിങ് ആ രീതി ചെയ്യാന്നുള്ളതായിരുന്നു. സെക്കൻഡ് ഇയർ മുതലാണ് ഞാൻ ഡു MSc അപ്പൊ എൻട്രൻസ് ആക്കിയാണെന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സർക്കിളൊക്കെ ഉണ്ടായിരുന്നു എൻട്രൻസ് പ്രോബ്ലം സോൾവ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ ആയിട്ട്. ദാറ്റ്സ് എ ഗുഡ് മെമ്മറി ആൻഡ് എക്സ്പീരിയൻസ്. ഇനി അടുത്തത് ഇനി എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത കരിയർ ട്രാൻസിഷൻ? ജാമിയ മിലിയയിൽ നിന്ന് തൈവാനിലേക്കുള്ള കരിയർ ട്രാൻസിഷൻ, അതിന്റെ പ്രിപ്പറേഷൻസ്, എന്തുകൊണ്ടാണ് തൈവാൻ തിരഞ്ഞെടുത്തത്, അത്തരത്തിലുള്ളത്? അപ്പം അതിലുള്ളത് ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ എത്തുമ്പോഴേക്കും കുറച്ചുകൂടി അലൈൻഡ് ആയിരുന്നു. ലൈക്ക് അതുവരെ നമ്മളെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ജനറൽ ആയിരുന്നു നമ്മളുടെ ഫീൽഡ് എന്നുള്ള അറിയുന്നത്. ലൈക്ക് ഇപ്പൊ ഞാനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് തിയറി ആയിരിക്കും എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് തിയറിയിലെ ഏതായിരിക്കും കണ്ടൻസ്ഡ് മാറ്റർ ആണോ, ഫീൽഡ് തിയറി ആണോ, ക്വാണ്ടം ഫീൽഡ് തിയറിയോ അതല്ലെങ്കിൽ കോസ്മോളജിയോ എന്നുള്ളതിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു ഡിസിഷന് മേക്ക് ചെയ്യേണ്ട ഇതുണ്ടായിരുന്നു. അതേസമയത്ത് ഞാൻ കോസ്മോളജിനോടായിരുന്നു ആദ്യം താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പം ജാമ്യ മില്ലിയ കോസ്മോളജിയിൽ വളരെ ഉഷാറായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. അതേ സമയത്ത് അതിനുശേഷം ഞാൻ ജാമ്യയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം പിന്നീടുള്ള നമ്മള് ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ്ലി നമ്മൾ ക്യൂരിയോസിറ്റി ബേസ്ഡ് ആയിരിക്കും പോവാ. പിന്നീട് നമ്മൾ ആലോചിക്കുക ലൈക്ക് അവിടെ പഠിച്ചിട്ട് ലൈക്ക് കോസ്മോളജി പഠിച്ചിട്ട് എന്താ ആവുക, അല്ലെങ്കിൽ ലൈക്ക് നമ്മളുടെ ലൈഫിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈക്ക് എന്താണ് അതിന് ശേഷമുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്താഗതി വരുന്നത് ആ സമയത്താണ്. അപ്പം ആ സമയത്ത് ഒരു മെയിൻ സാർട്ട് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ കോസ്മോളജി ലൈക്ക് ഭയങ്കര റീച്ച് ഉള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ലൈക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അതിനെ ആര് എന്തിന്റെ ബേസിസിലാണ് ഫണ്ട് ചെയ്യാന്നുള്ളൊരു മെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ട്രിംഗ് തിയറി അതിന് മുന്നുണ്ടായിരുന്ന സബ്ജക്ട്. ലൈക്ക് അതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്ട് സ്ട്രിംഗ് തിയറിയിൽ ഓൾറെഡി ആ സമയത്ത് തന്നെ ഒരു ചർച്ച എത്തിയിട്ടുണ്ട്. ലൈക്ക് അതെന്ന് പറഞ്ഞാല് ഒരാൾ ഫണ്ട് ചെയ്യാനില്ല, അപ്പം സ്ട്രിംഗ് തിയറിയിലുള്ളവരൊക്കെ കോസ്മോളജിയിലേക്ക് ചാടാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മള് വീണ്ടും പോയിട്ട് കോസ്മോളജിയിൽ കയറണോ അതല്ലെങ്കിൽ അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് തിയറിയിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ കണ്ടൻസ് മാറ്റർ കണ്ടത്. ലൈക്ക് അതിൽ കുറെ സാധനമുണ്ട് പാരലൽ ആയിട്ട്. ലൈക്ക് കണ്ടൻസ് മാറ്ററിലും ലൈക്ക് തിയറിയിൽ ഓൾമോസ്റ്റ് എവറിത്തിങ് ലൈക്ക് മാത്തമാറ്റിക്സ് ഓൾമോസ്റ്റ് കോമൺ ആയിരിക്കും. പിന്നെ ലൈക്ക് കൺസർവേഷൻ തിയറീസ് രണ്ടിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. മാറ്റങ്ങളുണ്ട്. ലൈക്ക് ഒന്നിൽ ചാർജ് കൺസർവേഷൻ, ഒന്നിൽ എനർജി കൺസർവേഷൻ. അതില് കണ്ടൻസ് മാറ്ററിൽ ചില സമയങ്ങളിൽ എനർജി കൺസർവേഷന് ഇത് ഉണ്ടാവില്ല എന്നുള്ളത്, അങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും സിംഗുലാരിറ്റി രണ്ടിലും ഉണ്ട്, കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ADS തിയറി അതല്ലെങ്കിൽ ക്വാണ്ടം ഇൻഫർമേഷൻ തിയറി ഒക്കെ ഏറ്റവും വളരെ അലൈൻഡ് ആയിട്ടാണ് ഉണ്ടാവുക ഇതില് കണ്ടൻസ് മാറ്റർ. അപ്പം രണ്ടാമത് കണ്ടൻസ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പം സൂപ്പർ കണ്ടക്ടിവിറ്റി ആണെങ്കിലും അതല്ലെങ്കിൽ ലൈക്ക് ടോപ്പോളജിക്കൽ മെറ്റീരിയൽ ആണെങ്കിലും അതൊക്കെ മെമ്മറി ഡിവൈസസും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കുറെ പേര് ഫണ്ട് ചെയ്യാനുണ്ട്. ലൈക്ക് കുറെ പ്രൈവറ്റ് കമ്പനിയൊക്കെ ഫണ്ട് ചെയ്യാൻ. അപ്പം കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ കണ്ടൻസ് മാറ്ററിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അവരുടെ കീഴിൽ ഞാൻ പിന്നെ പ്രൊജക്ട് ചെയ്യുന്നതും പിന്നീട് ICTS ഒരു
ഇന്റേൺഷിപ്പിന് പോകും. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വേറൊരു സാറിനാണ് റിസർച്ച് ഇന്റേൺഷിപ്പും റിസർച്ച് അസിസ്റ്റൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ നമ്മള് എക്സ്പീരിയൻസ് കിട്ടും. അപ്പൊ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ജാമ്യയിലും പിന്നെ ഇവിടുന്ന്. അപ്പം അതില് ലൈക്ക് നമ്മൾ സ്വന്തമായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയുക. പിന്നെ അതെന്ന് പറഞ്ഞാല് ഒന്നാമത് നമ്മൾ ഡയറക്റ്റ് സബ്ജക്റ്റിൽ ഇത് ചെയ്യും, ലൈക്ക് കുറെ നോളജ് ചെയ്യും. രണ്ടാമത് കുറെ ആൾക്കാരുമായിട്ട് നമ്മൾ പരിചയപ്പെടും, ലൈക്ക് ഫീൽഡിലുള്ളവരായിട്ട് കുറെ പേരെ പരിചയപ്പെടും, പ്രോസസ് ആയിട്ട് പരിചയപ്പെടും. പിന്നെ മൂന്നാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മള് CV-യിൽ എഴുതാനും പറ്റും, ലൈക്ക് പിന്നെ റിസർച്ച് ആയിട്ട് നമ്മൾക്ക് പിന്നീട് കൊണ്ടുപോകാനും പറ്റും. അപ്പൊ അങ്ങനെ കുറെ മെച്ചങ്ങൾ കാരണമായിട്ട്. അപ്പം ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം പുറത്തു പോവാണെങ്കിൽ. PhDക്ക് അപ്ലൈ സമയത്ത് തന്റെ ജാമ്യയിൽ ഉണ്ടായിരുന്ന തന്റെ മാസ്റ്റർ തിസീസ്, ബാച്ചലർ തിസീസ്, അതുപോലെ ICTS-ലുള്ള സമ്മർ ഇന്റേൺഷിപ്പ്, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്ന ഇന്റേൺഷിപ്പ്, ഇതായിരുന്നു എന്റെ ബേസിസ് ഓഫ് എന്താ പറയുക എക്സ്ട്രാ ആയിട്ട് തന്നെ മറ്റുള്ള കുട്ടികളിൽ നിന്നും ഒരു എക്സ്ട്രാ എഡ്ജ് എനിക്ക് തന്ന സാധനം. അപ്പൊ എനിക്ക് തോന്നുന്ന ബാക്കിയുള്ള കുട്ടികൾക്ക് അതൊരു വളരെ ഹെൽപ്ഫുൾ ആയ സജഷനാണ്. നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോഴും മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴും ട്രൈ ടു ഗെറ്റ് ഇന്റേൺഷിപ്പ്. അത് നമ്മൾ ഒന്ന് നമുക്കൊരു എക്സ്പീരിയൻസ് നമ്മുടെ CV കാണിക്കാൻ എക്സ്പീരിയൻസ് കിട്ടും. അതോടൊപ്പം നമുക്ക് നമ്മുടെ ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള ഒരു ഫിഗർ ഇറ്റ് ഔട്ട്, ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളത്, നമ്മുടെ കപ്പ് ഓഫ് ടീ ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ്സ് അമേസിങ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തായ്വാനിലേക്ക് PhD അപ്ലൈ ചെയ്യുമ്പോൾ PhDയുടെ എങ്ങനെയാണ് അപ്ലിക്കേഷനെ കുറിച്ച് അറിഞ്ഞത്? പ്രോസസ്സിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു? അവിടുത്തെ അഡ്മിഷൻ പ്രോസസ് എന്തായിരുന്നു? ഇന്റർവ്യൂ ഉണ്ടായിരുന്നു? അതിന്റെ എക്സ്പീരിയൻസുകൾ എന്താണ്? അപ്പം ഞാൻ ജാമ്യയിൽ ഉണ്ടായിരുന്നു കാലഘട്ടത്തില് ഒരു സമയത്ത്, ലൈക്ക് അതെന്ന് പറഞ്ഞാല് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹിയിലാണ്. അപ്പം എന്തൊരു ഫോറിൻ യൂണിവേഴ്സിറ്റി പ്രോസസ്സ് വന്നാലും ആദ്യം വരെ ജാമ്യ, JNU പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ്, അല്ലെങ്കിൽ IIT. അപ്പം അങ്ങനെ ഇരിക്കെ തൈവാനിന്ന് ഒരു പ്രൊഫസർ നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ വരെ വന്നു. എന്നിട്ട് പിന്നെ ഒരു ചെറിയ പ്രസന്റേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം അപ്പം ഞാൻ അവിടെ ഒരു ഇതായിരുന്നു വന്നു, വളണ്ടിയർ പോലെ അല്ലല്ല, സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അപ്പം ആ പ്രൊഫസറായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആകാൻ പറ്റി. പിന്നെ അവിടുത്തെ HOD നമ്മൾ മീറ്റ് ചെയ്യാനൊക്കെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഞാൻ അവിടെ വേറെ കുറെ കമ്മിറ്റി ഉണ്ടായിരുന്നു ഇതായിട്ട് റിസർച്ച് ആയിട്ട്. അപ്പം അങ്ങനെ അവിടെ വരുന്ന കുറെ പ്രോസസ്സായിട്ട് എനിക്ക് അതുകൊണ്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ രീതിയിലാണ് ഞാൻ തൈവാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം നമ്മള് അറിയുന്ന തന്നെ ഞാൻ അവിടെ വെച്ചിട്ടാണ്. ലൈക്ക് അറിയായിരുന്നു തൈവാനെ, നമ്മൾ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് കൃത്യമായിട്ടുള്ള ഒരു ലൈക്ക് നമ്മളൊരു യൂണിവേഴ്സിറ്റിന്ന് ഒരാളെ കാണുമ്പോഴുള്ള ഒരു ലൈക്ക് നമ്മൾ കുറച്ചുകൂടി ഒരു ബന്ധം ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ വ്യക്തിയെ അപ്ലൈ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു ബന്ധം ഫീൽ ചെയ്തത് ആ മീറ്റ് ചെയ്തപ്പോഴാണ്. പിന്നീട് ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ 2 ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. തൈവാനിൽ എന്ന് പറഞ്ഞാല് ഓൾറെഡി കിട്ടിയ പോലെ ആയിരുന്നു, അപ്പൊ അതൊരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് USA പോവാനായിരുന്നു മെയിൻ ഇതുണ്ടായിരുന്നത്. അപ്പം US-ലെ നോട്ടർഡാം യൂണിവേഴ്സിറ്റി ആയിരുന്നു ഞാൻ പോവാൻ നിന്നിട്ടുണ്ടായിരുന്നത് ഒന്ന്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി കിട്ടിയോണ്ട് പിന്നീട് ഞാൻ അധികം നോക്കിയിട്ടില്ല. പിന്നെ ഇവിടെ സിനിക്ക എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അത് അക്കാഡമിക് സിനിക്ക. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ റിസർച്ചിൽ ഏറ്റവും ഉഷാറായി നിൽക്കുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രൊഫസറിന് ഞാൻ ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്തു. ലൈക്ക് 2 ഓപ്ഷൻ ആണല്ലോ, നോട്ടർഡാം എന്ന് പറഞ്ഞാല് യൂണിവേഴ്സിറ്റി വളരെയധികം നല്ലതാണ്, ഇത് പ്രൊഫസർ അടിപൊളി. അപ്പൊ ഈ പ്രൊഫസർ എന്നെ എന്റെ മെയില് വേറൊരു പ്രൊഫസറിലേക്ക് ഫോർവേഡ് ചെയ്തു. ആ പ്രൊഫസർ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു. അപ്പം ഞാൻ ആ പ്രൊഫസറിനെ കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പം ലൈക്ക് മൂപ്പരുടെ റിസർച്ച് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹൈ ആയിരുന്നു. എങ്ങാണ്ട് പ്രൊഫസർ പിന്നെ മൂപ്പര് ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ അപ്പൊ ഒരു ബാലൻസിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം ഹയർ റാങ്ക് ആണ് നോട്ടർഡാം യൂണിവേഴ്സിറ്റി, ബട്ട് പ്രൊഫസർ ഓക്കേഷാണ്, ലൈക്ക് ഗുഡ് ആണ്. ഇതെന്ന് പറഞ്ഞ പ്രൊഫസർ എത്ര ബെറ്റർ ആണ്, പക്ഷെ യൂണിവേഴ്സിറ്റി റാങ്കിങ് അത്ര എത്തൂല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്ന ലൈക്ക് ജാമ്യയിൽ ഉണ്ടായിരുന്ന എന്റെ പ്രൊഫസറോട് ഇങ്ങനെ പോയി ചോദിച്ചു,
ഒന്നല്ല കുറെ പ്രോസസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ എങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള. അപ്പം എല്ലാവരും അഭിപ്രായം തന്നെ ഇത് തന്നെയായിരുന്നു. ലൈക്ക് PhDക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മളുടെ സൂപ്പർവൈസറാണ്. ലൈക്ക് അതല്ലാതെ യൂണിവേഴ്സിറ്റിയോ സബ്ജക്റ്റോ ഒന്നുമല്ല. ലൈക്ക് സൂപ്പർവൈസർ എക്സാക്ട്ലി നിന്റെയും അവരുടെയും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാണ്ട് ആ ഒരു സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്താല് പിന്നീട് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് ഇപ്പൊ നമ്മളുടെ സെയിം സബ്ജക്റ്റ് അല്ല അവരുടെ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ബോറടിക്കാൻ തുടങ്ങും. ലൈക്ക് ഒരു മാസ്റ്റേഴ്സും ഡിഗ്രി ഒക്കെ ആകുമ്പോൾ നമ്മൾക്കൊരു എക്സാക്ട് പ്ലാൻ ഉണ്ട്. ലൈക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് തീരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അതേസമയത്ത് PhDക്ക് ഒരു എക്സാക്ട് ആയിട്ടുള്ള വേ ഉണ്ടാവില്ല. നമ്മള് അത് ഉണ്ടാക്കി പോകണം. ലൈക്ക് ഒരു ടണൽ ചെയ്ത് പോകുന്ന പോലെ അപ്പുറത്തെ സൈഡിൽ എത്തിയില്ലെങ്കിൽ അതെ അപ്പുറത്തെ സൈഡിൽ എത്തലാണ് നമ്മളുടെ മെയിൻ ഇതായിട്ട് ഉണ്ടാവുക. അതേസമയത്ത് അവിടെ എത്തണോ ഇല്ലേ എന്നുള്ളത് നമ്മളുടെ കമ്മിറ്റ്മെന്റ് അനുസരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിന് തയ്യാറാവണമെങ്കിൽ ലൈക്ക് അതിന് മാത്രമുള്ള ഒരു നമുക്കൊരു എന്താ പറയാ ഇൻട്രസ്റ്റ് വേണം. അപ്പം ആ ഒരു ബേസിൽ ഞാൻ ഈ പ്രൊഫസറെ ചൂസ് ചെയ്തു. അങ്ങനെ അപ്പം അങ്ങനെയാണ് ഞാൻ തൈവാനിലെത്തിയത്. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മള് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സ്ഥാപനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടി അവസരങ്ങളുടെ ഒരു വാതിൽ തുറന്നു തരും. കാരണം ധാരാളം പ്രൊഫസർമാർ വരുന്നു, കൂടുതൽ ബെറ്റർ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ മാസ്റ്റേഴ്സ് ഒരു നല്ലൊരു ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്കും പോണ്ടിച്ചേരി കുറച്ചും കൂടി ഒരു ഒറ്റപ്പെട്ട സൈഡിലുള്ളതുകൊണ്ട് ഡൽഹി പോലെ എക്സ്പോഷർ റേഞ്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. എന്നിരുന്നാലും ബെറ്റർ നെറ്റ്വർക്കിംഗ്, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസും ബെറ്റർ എക്സ്പെർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതാണ്. അപ്പോൾ ഒരു കാര്യം അങ്ങനെയാണ്. അതിന് തായ്വാനിലെ PhDക്ക് കുറിച്ച് അറിയാനുള്ളത്, PhD സ്കോളർഷിപ്പ് എങ്ങനെയാണ്, ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാണ്, ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എന്ന രീതിയിലുള്ള ആസ് എൻ ഇന്ത്യൻ നമ്മുടെ കൾച്ചറൽ ഡിഫറൻസ് എന്തായിരുന്നു, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഇൻ ഓവറോൾ? അപ്പം കൾച്ചറൽ എക്സ്പീരിയൻസ് ഇൻ ടോട്ടാലിറ്റി വളരെ നല്ലതായിരുന്നു. വളരെ നല്ലതാണ്. അപ്പം ആൾക്കാരൊക്കെ നല്ല സ്വഭാവമാണ്, ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. പിന്നെ ലെസ് കാവേഴ്സ് ആണ്. ഡൽഹിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലെസ് കാവേഴ്സ് ആണ്. ലൈക്ക് എല്ലാവരും റൂൾ പാലിക്കും. അപ്പം ഒരു പ്രത്യേക ലോകമാണ്. പിന്നെ ഒരു രസമാണ്. പിന്നെ രണ്ടാമത് ലൈക്ക് നമ്മൾക്ക് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യാന്ന് പറഞ്ഞാല് ഫുഡാണ്. ഫുഡ് റെസ്ട്രിക്ഷൻസ് നന്നായിട്ട് നമ്മളെ എഫക്ട് ചെയ്യും. ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻ ഫുഡ് നോൺ വെജ് ആണ്. നോൺ വെജിൽ മെയിൻ എന്ന് പറഞ്ഞാൽ പോർക്കാണ്. അപ്പം എനിക്ക് പോർക്ക് എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് നോണ്. അപ്പൊ അത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് എവിടെ പോയാലും പോർക്ക് തൊട്ട സാധനം ഉണ്ടാവുള്ളൂ. ലൈക്ക് ഈവൻ നമ്മൾ പോർക്ക് വെജ് എടുത്താൽ പോലും അതും പോർക്കും ഒരേ സാധനത്തിൽ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ആവുന്നത് നമ്മൾക്കൊന്ന് ഒരു അതിനും സ്വന്തം കുക്ക് ചെയ്യാം. അപ്പം അതിനുള്ള ഒരു അവസരം ചിലവർക്ക് ഉണ്ടാവാറുണ്ട്. ലൈക്ക് എന്റെ റൂംമേറ്റ് ഒക്കെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ തിയറിയൊക്കെ ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് അധികം ചിലപ്പം ബിസി ആയിരിക്കും. ലൈക്ക് പ്രോസസ്സ് ചിലപ്പം ചില മീറ്റിങ്ങിൽ രാത്രി 2 മണിയൊക്കെ പോയിട്ടുണ്ട്. അപ്പം പക്ഷെ രസമാണ്. ലൈക്ക് മീറ്റിംഗ് ആണെങ്കിലും പ്രൊഫസർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പിന്നെ പേഴ്സണൽ മെച്ചങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അടുത്തത് എങ്ങനെയാണ് തായ്വാനിലെ ഒരു PhD സ്ട്രക്ചർ? നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ യൂഷ്വലി 2 ഇയർ വരെ കോഴ്സ് വർക്ക് ഉണ്ട്, പിന്നെയാണ് റിസർച്ച് ആരംഭിക്കുന്നത്. തായ്വാനിൽ എങ്ങനെയാണ് ഒരു PhD സ്ട്രക്ചർ? എങ്ങനെയാണ്? എല്ലാ യൂണിവേഴ്സിറ്റിയും സെയിം ആണ് അതുപോലെ? ഓൾമോസ്റ്റ് സെയിം ആണ്. ലൈക്ക് PhD എന്ന് പറഞ്ഞാൽ കോൺസെപ്ച്വലി സെയിം ആണ്. പക്ഷെ ഒരു മെയിൻ ആയിട്ടുള്ള വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മറ്റേ ഇന്ത്യയിലാണെങ്കിൽ കുറച്ചുകൂടി ജനറലൈസ്ഡ് ആണ്. ഇപ്പൊ മാസ്റ്റേഴ്സ് ആയാലും PhD ആണെങ്കിലും. അതേസമയത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. ഈവൻ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് ഒരു സ്പെസിഫിക് സബ്ജക്ട് മാത്രമേ പഠിക്കുള്ളൂ. അതിനുശേഷം അതിലാണ് PhD ചെയ്യുക. അപ്പൊ അവര് കുറച്ചുകൂടി ഡീപ്പാണ്. ഞാൻ ഇവിടെ എത്തിയപ്പം ഫീൽ ചെയ്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന PhD ചെയ്ത അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന അവരെന്ന് പറഞ്ഞാൽ നമ്മളെയും കാട്ടും എക്സ്പീരിയൻസ്ഡ് ആണ്. കുറച്ചുകൂടി ആയിട്ട് ഡീപ്പായിട്ട് അറിയായിരുന്നു. കോഡിങ് ആണെങ്കിലും ബാക്കി സാധനങ്ങളിലൊക്കെ. അപ്പം അതേസമയത്ത് നമ്മൾക്ക് കോസ്മോളജി അറിയാം, മറ്റേ ക്ലാസിക്കൽ മെക്കാനിക്സ് അറിയാം, ഇലക്ട്രോഡൈനാമിക്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവര് ഇതിലൊക്കെ വീക്കാണ്. പക്ഷെ ഇവർക്ക്
കണ്ടൻസ് മാറ്റർ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അറിയാം. കൃത്യമായിട്ട് അറിയാം. ഓക്കെ ഓക്കെ. അതെ. അപ്പം അങ്ങനെ ഒരു സാർ ഉണ്ടായിരുന്നു. ഓക്കെ. അത് ഒരു തരത്തില് നല്ലതാണ്. അതേസമയത്ത് നമ്മളതും ലൈക്ക് നമ്മളൊരു പഠിപ്പിക്കാൻ പോവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ജനറലൈസ്ഡ് ഉള്ള ഒരു വിവരം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു സാധ്യത. അതേ സമയത്ത് റിസർച്ചിൽ പോവാണെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആണെങ്കിൽ മെച്ചുണ്ട്. അപ്പൊ രണ്ടിന്റെ മെച്ചുണ്ടാവും. അപ്പം അതൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിവേ എന്റെ എക്സ്പീരിയൻസിൽ ഇത് നന്നായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ രീതിയിൽ പിന്നെ തായ്വാനിലെ PhD ഫെലോഷിപ്പ് എങ്ങനെയാണ്? ലിവിങ് എക്സ്പെൻസ് എന്താണ്? പിന്നെ എങ്ങനെയാണ് യൂഷ്വലി എങ്ങനെയാണ് PhD സ്റ്റുഡൻസിന് ഫണ്ട് ചെയ്യണത്, സ്പെഷ്യലി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്? അപ്പം ഫണ്ടിങ് എന്ന് പറഞ്ഞാല് എക്സാക്ട്ലി ലൈക്ക് രണ്ട് വേ ആണ് യൂഷ്വലി ഉണ്ടാവുക. ഒന്നെന്ന് പറഞ്ഞാല് പിന്നെ ക്രോസ് ഫണ്ട് ചെയ്യാണ്, ലൈക്ക് റിസർച്ച് ഫണ്ട് വഴിയായിരിക്കും. അതല്ലെങ്കിൽ ലൈക്ക് ജനറലൈസ്ഡ് ഫണ്ടിങ് ആയിരിക്കും. അപ്പം ഓരോ യൂണിവേഴ്സിറ്റിയിലും എലൈറ്റ് ഫണ്ട് ലൈക്ക് ഒരു സ്കോളർഷിപ്പ് ഉണ്ടാവും. ലൈക്ക് MOFA എന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിന്റെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിന്റെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് ഉണ്ടാവും. എലൈറ്റ് ഡോക്ടറൽ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പിലാണ് ഞാൻ വന്നത്. അപ്പൊ അതുപോലുള്ള കുറെ സ്കോളർഷിപ്പ് ഉണ്ടാവും. അപ്പം ഈ സ്കോളർഷിപ്പില് നമ്മളുടെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഫീസ് കൊടുക്കേണ്ടി വരില്ല. പിന്നെ ഇത് ഡോം ഫീ ഒഴിവാക്കി തരും. അപ്പൊ ഡോമിലും ഫീ കൊടുക്കേണ്ടി വരില്ല. നമ്മൾ ഫുഡ് മാത്രം നോക്കിയാൽ മതി. പിന്നെ അത് സെലക്റ്റീവ് ആണ്. ലൈക്ക് ഡോം ഫീ ലൈക്ക് ഡിപ്പെൻഡ്സ് ഓൺ സ്കോളർഷിപ്പ്. പിന്നെ അത് കൂടാണ്ടുള്ള രണ്ടാമത്തെ സ്ഥലത്താണ് പ്രോസസ്സിന്റെ റിസർച്ച് ഫണ്ട് ഉണ്ടാവും ഒരു. അപ്പം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അവര് എന്താണ് ഫണ്ട് പറയുന്നത്, ലൈക്ക് അവർക്ക് ഇഷ്ടമുള്ളത് തരാൻ പറ്റും. അപ്പം ലൈക്ക് മാസ്റ്റർ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്കോളർഷിപ്പ് ഒന്നും ഇതുണ്ടാവില്ല. ലൈക്ക് മാസ്റ്റർ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് നിന്ന് പൈസ ആയിട്ട് കിട്ടൂല. ഫീ ഇത് മാത്രം ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അവർക്ക് പൂർണ്ണമായിട്ടും പ്രോസസ്സിനെ ആശ്രയിക്കേണ്ടി വരും. അതേസമയത്ത് നമ്മൾക്ക് എന്ന് പറഞ്ഞാല് ഇതിൽ നിന്ന് ലൈക്ക് ഒരു ഇതിൽ നിന്ന് ഒരു പകുതി സ്കോളർഷിപ്പ് കിട്ടും, പകുതി ചിലപ്പം പ്രൊഫസറും തരും. അപ്പൊ നമ്മുടെ ഫെലോഷിപ്പ് കുറവാണ്, ഇൻ കേസ് കുറവാണെങ്കിൽ കൂടി പ്രൊഫസറിന്റെ റീചാർജിങ് ഫെലോഷിപ്പ് കൂടെ ഉണ്ടാവും. കോമ്പറ്റേറ്റീവ് അറൗണ്ട് ദ വേൾഡ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ് ദെൻ. അപ്പോ ഞാൻ എന്റെ ഒരു മനസ്സിലാക്കൽ തായ്വാനിലെ മണ്ടാരനാണ് സംസാരിക്കുന്നതാണ്. അപ്പൊ ഒരു PhD സ്റ്റുഡന്റ് എന്ന രീതിയിൽ പുറത്തൊക്കെ പോകുമ്പോൾ ലോക്കൽ കമ്മ്യൂണിറ്റിയായിട്ട് ഇടപഴകുമ്പോൾ ഹൗ ദിസ് ലാംഗ്വേജ് ബാരിയർ was it difficult or എങ്ങനെയായിരുന്നു അതിനെ മാനേജ് ചെയ്തത്? It was difficult in the beginning. പിന്നെ യൂസ് ടു ഇറ്റ് ആണ്. ലൈക്ക് പഠിച്ചിട്ടൊന്നുമില്ല, മാറ്റം പഠിച്ചിട്ടൊന്നുമില്ല. ബട്ട് ഇൻ ദ ബിഗിനിങ് നമ്മൾ ഫീൽ ചെയ്യും ലൈക്ക് എങ്ങനെയപ്പോ ഇത് പറയാന്നുള്ളൊരു ഫീൽ. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ടായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചോദിച്ചാല് ആ ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പം യൂഷ്വലി പിന്നെ എവരി വൺ നോസ് ടു റീഡ്. അതല്ലെങ്കിൽ വോയിസും ഉണ്ട്. ഇപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിവേ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യൂല. കുറച്ച് കഴിയുമ്പോൾ നമ്മളും യൂസ് ടു ഇറ്റ് ആവും. ലൈക്ക് ഇത് വേണം ഇത് വേണം എന്നൊക്കെ പറയാൻ നമ്മൾക്ക് ആക്ഷനിലൂടെ പറയാം. ലൈക്ക് അതൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. അങ്ങനെ ഒരു സാധനമുണ്ട്. അതൊരു യൂസ് ടു ഇറ്റ് ആവാനുള്ളതേ ഉള്ളൂ. ലാംഗ്വേജ് പേര് ഫീൽ ചെയ്യില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൾമോസ്റ്റ് എവരി വൺ നോസ് ഇംഗ്ലീഷ്. പിന്നെ അതുപോലെ നമ്മള് എപ്പോഴും PhD ചെയ്യാൻ യൂണിവേഴ്സിറ്റി ട്രൈ ചെയ്യുമ്പോൾ ഒന്നും നോക്കുന്ന കാര്യം നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിന് എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. അതില് ഇപ്പൊ നിലവിലെ ഇന്ത്യയിലാണെങ്കിൽ കൂടി IIT-കളൊക്കെ ധാരാളം സൂയിസൈഡ് അറ്റംപ്റ്റുകൾ തുടങ്ങി ധാരാളം ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന രീതിയിൽ തായ്വാനീസ് യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ് സ്റ്റുഡൻസിന്റെ മെന്റൽ ഹെൽത്തിനൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റൽ മെന്റൽ ഹെൽത്ത് കോർഡിനേറ്റർ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഡോക്ടർമാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ലാംഗ്വേജ് ഇഷ്യൂസ് അതിലും ഉണ്ടായിരുന്നോ സംസാരിക്കുന്നില്ല? എങ്ങനെയാണ് ഒരു ജനറൽ? അപ്പം അത് ഓൾമോസ്റ്റ് ഒരു ഇന്ത്യൻ രീതി തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ലൈക്ക് പ്രോസസ്സ് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണെങ്കിൽ അതൊരു നല്ല രീതിയിലാവും. അതേസമയത്ത് പ്രോസസ്സ് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ചിലവര് അനുഭവിക്കുന്നുണ്ട് ബുദ്ധിമുട്ട്. അത് ഞാനില്ല എന്ന് പറയില്ല. പിന്നെ ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ലൈക്ക് ദേ ഡോണ്ട് ഈവൻ കൺസിഡർ ഇറ്റ് ആസ് മെന്റൽ ഇഷ്യൂ ആസ് എ ഡിസീസ്. ലൈക്ക് ഇന്ത്യ പോലെയൊക്കെ തന്നെ ഏകദേശം.
പിന്നെ സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് ഒക്കെ ഉണ്ട് ക്യാമ്പസിൽ. അത് ലൈക്ക് കൗൺസിലിംഗിന്റെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെയിൽ കിട്ടാറുണ്ട്, വേണമെങ്കിൽ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എത്ര പേര് പോവാറുണ്ട് എന്നറിയില്ല എനിക്ക്. പിന്നെ രണ്ടാമത് ലാംഗ്വേജ് ബാരിയറും ചിലപ്പോൾ ഉണ്ടാവാം. ലൈക്ക് അത് എസ്പെഷ്യലി ഫോർ ഫോറിനേഴ്സ് അല്ല, അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ചിലപ്പം ഫോറിൻ ബാരിയേഴ്സ് ഉണ്ടാവാം, ലൈക്ക് ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടാവാം. പിന്നെ ഹെൽപ്ഫുൾ ആണ് ലൈക്ക് ആൾക്കാർ. ഓക്കെ, അപ്പൊ നമ്മള് ഐ തിങ്ക് വി കവേർഡ് ഓൾമോസ്റ്റ് എവരിതിങ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇനി തായ്വാനിലേക്ക് PhD ക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിക്ക്, ഇന്ത്യയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ കോളേജ് ചെയ്യുന്ന തായ്വാനിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന്, അല്ലെങ്കിൽ ഒന്നാമത് ഓപ്ഷണൽ ടാർഗറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റിന് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്താണ്? പറ്റുന്ന റിസോഴ്സുകൾ ഏതൊക്കെയാണ്? ആൻഡ് ഹൗ ഷുഡ് ദേ പ്രിപ്പയർ? ഇവൻ അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കിട്ടി അവിടെ ലാൻഡ് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ കൂടി, എങ്ങനെ, വാട്ട് ഈസ് യുവർ അഡ്വൈസ് ഉണ്ട്? അപ്പം ലൈക്ക് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ വേണം. വരുന്നത് മുന്നേ ലൈക്ക് ഇപ്പം ഇതിനു മുന്നേ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ എന്ന് പറഞ്ഞാല് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അപ്പം മുപ്പര് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിനുശേഷം മുപ്പര് ഇവിടെ മെഡിക്കൽ ഡിഗ്രിയാണ് എടുത്തത്. ലൈക്ക് ജസ്റ്റ് റാൻഡംലി ചൂസ് ചെയ്തു. എന്നിട്ട് ലൈക്ക് മെഡിക്കൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 year ഡിഗ്രിയാണ്. ഉദ്ദേശിച്ചിട്ട് ഡോക്ടർ പൊതുവേ ആവൂല. അപ്പൊ മുപ്പരുടെ ഇതെന്ന് പറഞ്ഞാൽ 1 year ഞാൻ ഇത് ചെയ്യും, അതിനുശേഷം PhD ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഡോക്ടർ ആവുന്നതാണ്, മെഡിക്കൽ ഡോക്ടർ ആവുന്നുള്ള ഇതിലാണ് വരുന്നത്. അപ്പൊ അതിനുശേഷം ലൈക്ക് ഇവന് ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇവിടെ ഒരു വർഷത്തിനടുത്ത് പിന്നെ ഇവിടെ വർക്ക് ചെയ്തു. ലൈക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നു. അപ്പം ഇവിടെ 6 മാസത്തോളം വർക്ക് ചെയ്തു. നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതിനുശേഷം തിരിച്ചുകൊണ്ടേ വന്നു. ലൈക്ക് ഒബ്വിയസ്ലി ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഡു എനിത്തിങ് ഇൻ എനിത്തിങ്. അപ്പം അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. നിങ്ങൾ എന്തിനാണ് വരുന്നതിനെ കുറിച്ചൊരു ഐഡിയ വേണം. ലൈക്ക് ജസ്റ്റ് റാൻഡംലി കിട്ടിയെന്ന് വെച്ച് വരരുത്, അതല്ലെങ്കിൽ റാൻഡംലി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് നമ്മളെ സബ്ജക്റ്റ് ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക, നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു സാധനമാണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. രണ്ടാമത് ഫുഡിന്റെ കാര്യം അതുപോലെ തന്നെ. കഴിഞ്ഞ ആഴ്ച ഒരു കാശ്മീരി ആയിരുന്നു, അവര് ഇവിടെ വന്നു. പിന്നെ ഇവിടെ വെജ് കഴിക്കാൻ പറ്റുന്നില്ല, നോൺ വെജ് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഇതില് ലാസ്റ്റ് നിർത്തിക്കൊണ്ട് വന്നു. ഫുഡിന്റെ ചില സാക്രിഫൈസ് ചെയ്യേണ്ടി വരാണ്. അപ്പം നിങ്ങൾ പോകുമ്പോ എവിടെ പോവാണെങ്കിലും അവിടുത്തെ കാലാവസ്ഥ എന്താണ്, ഫുഡ് എന്താണെന്ന് അറിഞ്ഞിട്ട് പോകണം. അല്ലാതെ ജസ്റ്റ് റാൻഡംലി പോയാൽ ചിലപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുന്നു. ഇപ്പൊ കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോ, എങ്ങനെയാണ് അവിടെ തായ്വാനിലൊരു കാലാവസ്ഥ അന്തരീക്ഷം? ഇവിടെ UK യിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ്, ഇവിടെ മാഞ്ചസ്റ്ററിലാണെങ്കിൽ ഓൾവേസ് റെയിൻസ്. പിന്നെ തണുപ്പാണെങ്കിൽ ഇറ്റ് ഗോസ് അറൌണ്ട് മേ ബി 0-5 degree അങ്ങനെ യൂഷ്വലി ആ റേഞ്ച് പോകാറുണ്ട് തണുപ്പ് സമയത്ത്. അപ്പൊ എങ്ങനെയാണ് തായ്വാനിലെ ചൂട്, ടെമ്പറേച്ചർ എങ്ങനെയാണ് കാലാവസ്ഥ? ഒരു ട്രോപ്പിക്കൽ അറ്റ്മോസ്ഫിയർ ആണ്, കേരള പോലെ തന്നെയാണ്. ഹ്യൂമിഡിറ്റി ലൈക്ക് എസ്പെഷ്യലി നമ്മളെ ക്യാമ്പസിൽ എക്സ്ട്രീംലി ഹൈ ആണ്. ലൈക്ക് നമ്മളുടെ ഒരു ക്യാമ്പസിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബീച്ച് ആണ്, മറ്റൊരു ഭാഗം സിറ്റിയാണ്, ലൈക്ക് മൗണ്ടെയിൻ ആണ്. മൗണ്ടെയിനിലെ ടണല് പാസ് ചെയ്താല് മെയിൻ സിറ്റിയിലെത്തും. അപ്പം നമ്മളെ യൂണിവേഴ്സിറ്റിയും സിറ്റിന്റെ ഇടയിൽ ഒരു മൗണ്ടെയിൻ ഉണ്ട്, മറ്റൊരു സൈഡ് ബീച്ചാണ്. അപ്പം ഇതിന്റെ പേര് തന്നെ അങ്ങനെയാണ്, ലൈക്ക് മൗണ്ടെയിനൻസി എന്ന് ഇത് വരുന്ന ലൈക്ക് ലോക്കലി പറയാറ്. അപ്പം അതുകൊണ്ട് തന്നെ മോയ്സ്ചർ നന്നായിട്ടുണ്ട്. പിന്നെ കുറെ ഫോറിനേഴ്സ് കുറെ ഉണ്ട്. രസമാണ്, ലൈക്ക് ക്യാമ്പസ് നല്ല രസമാണ് കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതേസമയത്ത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല് കേരളത്തിനെക്കാട്ടിയും കുറവാണ്. അതേസമയത്ത് ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആണ്, ഒരു 10 മുതൽ 25-30 വരെ പോവും. അതിന്റെ ഇടയിലായിട്ട് സമ്മർ ആണെങ്കിലും വിന്റർ ആണെങ്കിലും. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളൊരു, മേ ബി ഇത് കേൾക്കുന്നവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാനുള്ളത്, ഒന്ന്, നിലവിൽ IISc എന്റെ സെന്റർ ഫോർ സയൻസ് ഡിപ്പാർട്ട്മെന്റും തായ്വാനിലെ TSMC ആയിട്ടൊരു ജോയിന്റ്
TSMC ആണത് യൂണിവേഴ്സിറ്റി എന്നറിയില്ല, ഒരു ജോയിന്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇപ്പോൾ ഉണ്ട്. ഏകദേശം 4 വിദ്യാർത്ഥികൾക്ക് 1 ഇയർ IISc 1 ഇയർ തായ്വാനിൽ സ്പെൻഡ് ചെയ്യാൻ, മാസ്റ്റേഴ്സിന് സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, തായ്വാനിൽ നിങ്ങൾ PhD പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ ഒരു ടീപ്പ് എന്ന പ്രോഗ്രാം ഉണ്ട്, തായ്വാൻ എക്സ്പ്ലോറേഷണറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, സംതിങ് ലൈക്ക് ദാറ്റ്. 3-4 മാസം അവിടെ പോയിട്ട് വർക്ക് ചെയ്യാം. എനിക്കത് കിട്ടിയിരുന്നു. ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ഇറ്റ്. അപ്പോൾ ആ 2 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ തായ്വാൻ ആണെങ്കിൽ സെമി കണ്ടക്ടറിൽ ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസ്. TSMC ഒരു അമേസിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ സെമി കണ്ടക്ടർ മിഷനിലൊക്കെ TSMCന്റെ ഒരു വലിയ പാർട്ണർഷിപ്പ് തന്നെ ഉണ്ട്. അപ്പൊ തായ്വാൻ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ നാട് കൂടിയാണ്. ഈ പറഞ്ഞ പോലെ നല്ല ഡിഫറെന്റ് കൾച്ചർ, ഡിഫറെന്റ് എക്സ്പീരിയൻസസ്, എസ്പെഷ്യലി സെമി കണ്ടക്ടറിൽ വളരെ ഇമ്പോർട്ടന്റ് ഇങ്ങോട്ടാണ് ജോബിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് ഫീൽഡിയാണെങ്കിൽ. അതെ. അപ്പോ നമ്മള് ഏകദേശം പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ള, തായ്വാനിലെ PhD യൂഷ്വലി ടിപ്പിക്കലി 5 ഇയർ ആണെന്നാണ് എന്റെ മനസ്സിലാക്കൽ. അപ്പം അതില് അറ്റ്ലീസ്റ്റ് 1 ഇയർ എങ്കിലും കോഴ്സ് വർക്ക് ഉണ്ടാവുന്നതാണ് അല്ലെ? അതിനുശേഷം എങ്ങനെയാണ് അതിന്റെ സ്റ്റേജസ് എങ്ങനെയാണ്? സ്റ്റേജസ് എങ്ങനെയാണ്? 5 ഇയേഴ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സബ്ജക്ട്. ലൈക്ക് കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ 5 ഇയേഴ്സ് 6 ഇയേഴ്സ് ഒക്കെ ഉണ്ടാവും. അതേസമയത്ത് തിയററ്റിക്കൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ 3 to 4 ഇയേഴ്സ് ആണ് പൊതുവെ ഉണ്ടാവാറ്. പിന്നെ കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസിയർ ആണ് ഇന്ത്യനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അതേസമയത്ത് ഒരു 18 ക്രെഡിറ്റ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് കോഴ്സ് വർക്ക് ആയിട്ട്. അത് ഫസ്റ്റ് ഇയറിൽ തന്നെ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ സെക്കൻഡ് ഇയർ. സെമിസ്റ്റർ വൈസ് ആണ്. അപ്പം 2 സെമിസ്റ്റർ ഉണ്ടാവും. അപ്പം ഞാൻ ഓൾമോസ്റ്റ് 2 സെമിസ്റ്ററിൽ തീർത്തിട്ടുണ്ട്. അപ്പം അതേസമയത്ത് അതിന് ശേഷമാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റും, ലൈക്ക് 3rd-ലും 4th-ലും. പിന്നെ പൊതുവെ 4th വരെ നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ റിസർച്ചിൽ ഫോക്കസ് ചെയ്യും. ഞാനിപ്പം 3rd ഇയറിലാണല്ല, 3rd ഇയറിൽ നമ്മൾ പൊതുവെ റിസർച്ചിന് ഫോക്കസ് ചെയ്യാം. അപ്പം ഇതിൽ ഇൻവോൾവ് ചെയ്യൂല. പിന്നെ റിസർച്ചില് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നമ്മൾക്ക് റിസർച്ച് തുടങ്ങും. ലൈക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതിലൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫസറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, ലൈക്ക് RA പോലത്തെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സാധനങ്ങളെ കുറച്ചുകൂടി ഡീപ്പായിട്ട് ആ സമയത്ത് പഠിക്കും. പിന്നെ 6 months ചെക്കിങ് ഉണ്ടാവും, ലൈക്ക് നമ്മള് റിസർച്ച് എങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ കുറെയൊക്കെ ലാബ്മേറ്റ്സും പിന്നെ പ്രോസസ്സിനും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റിസർച്ച് ഉണ്ടാവുക. പിന്നെ ഫിക്സഡ് അല്ല, ലൈക്ക് 3 ഇയേഴ്സിൽ 5 ഇയേഴ്സിൽ തീർക്കണം എന്നുള്ളത് ഫിക്സ്ഡ് അല്ല. പിന്നെ Q1 ജേർണലില് 1-2 പേപ്പറോ ആവശ്യം വരും. അത് കൂടാണ്ട് കുറച്ച് സെമിനാറോ അല്ലെങ്കിൽ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇതുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റ് വൈസ് മാറും ചെയ്യും. പിന്നെ ചില ഡിപ്പാർട്ട്മെന്റിൽ ക്വാളിഫിക്കേഷൻ എക്സാം ഉണ്ട്, അപ്പൊ അതും ക്വാളിഫൈ ചെയ്യേണ്ടി വരും ലാസ്റ്റ് ഇയറിൽ, ഫൈനൽ ഇയറിൽ. അങ്ങനെയാണ്. ഓക്കെ. അപ്പോ നമുക്ക് ഇതുവരെ ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ യൂണിവേഴ്സിറ്റി വക എക്സ്ട്രാ ഫെലോഷിപ്പ് അല്ലെങ്കിൽ മോണിറ്ററി ഹെൽപ്പ് ഫണ്ടിങ് ഉണ്ട് അല്ലേ? അതെ, ഏത് രാജ്യങ്ങളിൽ പോകാനാണെങ്കിലും ഫണ്ടിങ് ഉണ്ട്. പ്രോസസ് ഫണ്ടിങ് നമ്മൾ സ്വന്തമായിട്ട് എടുക്കണ്ടല്ല. അതുപോലെ തന്നെ ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ് ഒക്കെ ആയിട്ട് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പോകാൻ പറ്റും. ഇപ്പൊ ഞാൻ US പോകാൻ നിൽക്കാണ്. അപ്പൊ അതിനുള്ള ഫണ്ടിങ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും. നമ്മൾ ജസ്റ്റ് പോകേണ്ടേ ഉണ്ടാവും. കൊളാബറേഷൻ വർക്ക്സ്. ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ്. അപ്പം നമ്മൾ PhD കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കത് മനസ്സിലായി. വേറെ എന്താണ് നമുക്കറിയാം? വേറൊന്ന് കാര്യം വിസയുടെ കാര്യങ്ങളാണ്. ഇപ്പൊ UK-യിലാണെങ്കിൽ നമുക്ക് PhD അപ്ലൈ ചെയ്യുമ്പോൾ അറ്റാസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അപ്പൊ ഗവൺമെന്റിൽ നിന്ന് അപ്രൂവലാണ് നമ്മുടെ PhD പ്രൊജക്റ്റിന്. അപ്പോൾ അങ്ങനെ ഒരു തലവേദനകളുണ്ട്. അപ്പൊ ഈ തായ്വാനിലാണെങ്കിൽ വിസ പ്രൊസീജിയേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? യൂഷ്വലി ടൈം എടുക്കും? അതിനൊക്കെ വേണ്ട ഡോക്യുമെന്റ്സ് യൂഷ്വലി എന്തൊക്കെയാണ്? അപ്പം 2 തരം വിസ ആണല്ലോ, ഒന്ന് റെസിഡൻസ് വിസ, ഒന്ന് പിന്നെ വിസിറ്റിംഗ് വിസ. അപ്പം ഷോർട്ട് ടേമിന് വരാണെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്താൽ മതിയാവും. അത് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതേസമയത്ത് മാസ്റ്റേഴ്സോ PhD വരാണെങ്കിൽ റെസിഡൻസ് വിസ എടുക്കേണ്ടി വരും. അതിനാണെങ്കിൽ എല്ലാം സർട്ടിഫിക്കറ്റിനും അറ്റസ്റ്റേഷൻ വേണ്ടി വരും. MOE മറ്റേ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെയും ഹോം മിനിസ്ട്രിന്റെയും അറ്റസ്റ്റേഷൻ വേണ്ടി വരും. പിന്നെ തൈവാൻ എംബസിന്റെ അറ്റസ്റ്റേഷൻ വേണം. പിന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അപ്പം അതിനൊരു കൃത്യമായിട്ട് പാറ്റേൺ അവരെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ലൈക്ക് തൈവാൻ എംബസിന്റെ. അപ്പം എവിടെയാണോ, ലൈക്ക് സൗത്ത് ഇന്ത്യയിലാണ്, ലൈക്ക് ഒബ്വിയസ്ലി സൗത്ത് ഇന്ത്യ ആയിരിക്കുക, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണ്, ന്യൂഡൽഹി, ചെന്നൈയിലാണ് എംബസി ഉണ്ടാവുക. അപ്പം
എംബസി പോയിട്ട് നോക്കുക എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയ എന്നുള്ളത്. അത് ചിലപ്പോൾ മാറും ചെയ്യും. ഇപ്പോൾ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് കോവിഡ് ആയതുകൊണ്ട് കോവിഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് വാക്സിനേഷൻ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് അത് ഉണ്ടായിക്കൊള്ളുന്നു. അപ്പം അവിടെ പോയിട്ട് ജസ്റ്റ് ലൈക്ക് അവിടെ ലൈക്ക് വെബ്സൈറ്റിൽ ജസ്റ്റ് നോക്കിയാൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും. പിന്നെ വിസ ടൈം ഒരു 1 month 2 months ചിലപ്പോൾ എടുക്കും. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ UK-യിലാണെങ്കിൽ NHS ചാർജും പറയും നമ്മളെ സ്റ്റുഡന്റ് ആണെങ്കിലും ഏതാണ്ട് 1 വർഷത്തിൽ 1 ലക്ഷം രൂപയുടെ മുകളിൽ പേ ചെയ്യണം. തായ്വാനിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ വരുന്നതിന് ഇൻഷുറൻസ്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ? അതായത് യൂഷ്വലി ഒരു വിസ അപ്ലൈ ചെയ്ത് കിട്ടാൻ നമ്മൾ യൂഷ്വലി എത്ര എക്സ്പെൻസ് വരും? പിന്നെ ഫ്ലൈറ്റ് ചാർജ് ഒക്കെ പ്രൊഫസർ സപ്പോർട്ട് ചെയ്യുമോ? എങ്ങനെയാണ് അതിന്റെ ഒരു ഇൻഷുറൻസ്? നമ്മൾ ഇവിടെ വന്നതിന് ശേഷം എടുത്താൽ മതിയോ? എടുക്കണം, കമ്പൽസറി. പിന്നെ മറ്റേ വിസ പ്രൊസീജിയർ ഓൾമോസ്റ്റ് ഒരു 20,000 30,000 അടുത്ത് വരും. ഫ്ലൈറ്റ് ടിക്കറ്റും ഏകദേശം ഒരു 30,000-40,000 അടുത്ത് വരും. പിന്നെ പ്രൊഫസർ ചില സമയങ്ങളിൽ പ്രൊഫസർ എടുക്കും. Like it depends on the professor. Like sometimes professor will say they will take, then they will take. Otherwise, നമ്മൾ സ്വന്തമായിട്ട് എടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് മറ്റേ കോവിഡ് ടൈമില് മറ്റേ സെൽഫ് ക്വാറന്റൈൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഇതൊക്കെ യൂണിവേഴ്സിറ്റി തന്നെ ആയിരുന്നു എടുത്തിരുന്നത് നമ്മള് ഇഷ്ടമുള്ള. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഡിപ്പെൻഡന്റ് ആണ് ആ സമയങ്ങളില്, അതല്ലെങ്കിൽ ആ പ്രോസസ് എന്ന് പറയുന്ന അവർ അതനുസരിച്ച്. ചിലപ്പോൾ യൂണിവേഴ്സിറ്റിന്റെയോ അതല്ലെങ്കിൽ മറ്റേ നമ്മളുടെ സ്കോളർഷിപ്പും ക്രൈറ്റീരിയൽ ഉണ്ടാവും. ചിലതില് അവര് കൊടുക്കും, ചിലതില് കൊടുക്കില്ല. ഡിപ്പെൻഡന്റ്. ഓക്കെ. ഓൺ ആൻ ആവറേജ് ഒരു 70,000 ഉണ്ടെങ്കിൽ should be okay. Yeah, okay. But you have a balance of 2 lakh something for the application of visa. We have to show that we have a balance of 2 to 3 lakhs something in the account. Okay. സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി ഗവൺമെന്റിന്റെ ധാരാളം വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുണ്ട്. SBI ഒക്കെ പുറത്ത് പഠിക്കാനും, കേരളത്തിലെ സ്റ്റുഡന്റ് ആണെങ്കിൽ OBC കാറ്റഗറിയാണ് ഓവർസീസ് സ്കോളർഷിപ്പുകളുണ്ട്. അപ്പൊ ധാരാളം അത്തരത്തിലുണ്ട്. അപ്പൊ അതും കൂടിയും കൺസിഡർ ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ തായ്വാനെ കുറിച്ച് ഏകദേശം വെരി വെൽ തറോലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് മേ ബി കമന്റ് ബോക്സിലോ I can DM or can DM Lesin and we'll be happy to help. അപ്പം thank you Lesin, and it was a long hour of coffee, I mean chai. It was 1 hour we took, and it's going to rain here. You can okay. Maybe if it's okay, can you just show that lab around, or maybe the outside through the window? People are very curious. I mean, if it's okay, maybe like I'm connected to the computer, so okay. Then it's fine. Then it's complete. 1 minute. Okay. Yeah, it's okay. അങ്ങനെയാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അപ്പൊ നീ കാര്യം ചെയ്താൽ ഇതിന് ശേഷം എന്തെങ്കിലും ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് എഡിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാം. Yeah, that should work. This is a typical Taiwan lab look like. ഇനി നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. ലെസിന്റെ റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ചോ PhD ടോപ്പിക് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അതിന് നമ്മൾ സംസാരിച്ചില്ല. ലെസിന് എന്തിനാണ് വർക്ക് ചെയ്യണത്, എന്താണ് മെയിൻ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ്, അതിന് ലിമിറ്റേഷൻ ഉണ്ടാകുന്ന അറിയാം ഡിസ്കസ് ചെയ്യുന്നതിന്. പക്ഷേ എത്ര ജനറൽ ഐഡിയ തന്നാൽ മതി. ഒരു റിസർച്ച് ഏത് മേഖലയിലാണ്, അതിന്റെ ഭാവി എങ്ങനെയാണ്, and what's a big problem you are solving. Yeah. അപ്പം ഞാൻ റിസർച്ച് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാല് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ആണ്. കണ്ടൻസ്ഡ് മാറ്റർ തിയറിയിൽ പറ്റും. അപ്പം അതിലെ ടോപ്പോളജിക്കൽ മെറ്റീരിയൽ ആണ് സ്പെസിഫിക് ആയിട്ട് ഞാൻ റിസർച്ച് ചെയ്യുന്നത്. അതിലൊന്ന് വെയിൽ സെമി മെറ്റല്, സൂപ്പർ കണ്ടക്ടിവിറ്റി, പിന്നെ ഡിറാക് സെമി മെറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ടോപ്പോളജിക്കൽ ഇൻസുലേറ്റർ, അത് തുടങ്ങി വെച്ചിട്ടുള്ള ലൈക്ക് കണ്ടൻസ്ഡ് മാറ്റർ തിയറിയിൽ പെട്ട ഏകദേശം എല്ലാ സാധനത്തിനെ കുറിച്ചിട്ടും ഞാനിപ്പം കുറച്ചായിട്ട് ചില ഭാഗങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മെയിൻ എന്റെ എക്സ്പെർട്ടൈസ് വരുന്നത് വെയിൽ സെമി മെറ്റലാണ്. പിന്നെ അതെന്ന് പറഞ്ഞാല് ഡിസൈനിങ് ആണ്. ടൈപ്പ് പെയിന്റിംഗ് മോഡൽ, അതില്ലെങ്കിൽ K.P മോഡൽ വെച്ചിട്ട് ഒരു മോഡൽ ഉണ്ടാക്കും. അതിനുശേഷം മാഗ്നറ്റിക് എഫക്റ്റോ അതല്ലെങ്കിൽ അത് പ്രഡിക്ഷനോ അതല്ലെങ്കിൽ പിന്നെ എക്സ്പെരിമെന്റൽ ഡാറ്റനെ കുറച്ചുകൂടി റിലയബിൾ ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സിമെട്രിക് സ്റ്റഡീസ് ഉണ്ട്. ലൈക്ക് ചില സിമെട്രീസ് എപ്പോഴും ഫോളോ ചെയ്യും. ലൈക്ക്
ക്രിസ്റ്റൽ സിമെട്രീസ് ഉണ്ടാവും. പിന്നെ അതിൽ മാഗ്നറ്റൈസേഷൻ കൊടുത്താല് സിമെട്രിയിൽ മാറ്റം വരും, ഒരു ന്യൂ സിമെട്രി ഫോം ചെയ്യും. അപ്പം അതിന്റെ സ്റ്റഡീസ്, അതുപോലെ വെയിൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ടോപ്പോളജിക്കൽ മെറ്റീരിയൽ ആവും. ലൈക്ക് ബൈൻഡിങ് നമ്പർ 1 or 2 ഒക്കെ ഉണ്ടാവും, ബൈൻഡിങ് നമ്പർ. അപ്പം അതെന്ന് പറഞ്ഞൊരു പുതിയ മേഖലയാണ് റിസർച്ചിന്റെ. ഇപ്പം ഗ്രാഫീന് എന്നൊക്കെ പറയുന്ന പോലുള്ള സാധനങ്ങളും അതിന്റെയും ഇതായിട്ട് വരുന്ന സാധനം. അപ്പം കുറച്ചുകൂടി പിന്നീട് നന്നായിട്ട് ലൈക്ക് ഇപ്പൊ തന്നെ ഗ്രാഫീനും സിലിക്കോണൊക്കെ എന്ന് പറഞ്ഞാല് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സബ്ജക്ട്. അപ്പം കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരും മെമ്മറി ഡിവൈസസിലോ അല്ലെങ്കിൽ ബാക്കി സാധനങ്ങൾക്ക് എന്നുള്ള രീതിയിൽ. അപ്പം അതാണ് എൻ്റെ ഒരു ജനറൽ ഇത് റിസർച്ച് തിയറിയാണ് പ്യുവർലി. പിന്നെ മോഡലിങ്, പിന്നെ അപ്പം അതിലേക്ക് ഓക്കെ. സോ ഇൻട്രസ്റ്റിംഗ്. അപ്പൊ എന്തായാലും റിസർച്ച് ഒക്കെ അടിപൊളിയാവട്ടെ, വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റട്ടെ, എല്ലാം ഉഷാറാവട്ടെ. അപ്പൊ താങ്ക് യു ലെസിൻ, ആൻഡ് ഐ വിൽ വൈൻഡ് അപ്പ് ഹിയർ.